SLC കെമിസ്ട്രിയിലെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഒരുപാട് ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ IUPAC നാമകരണം എങ്ങനെയാണ് നെയിമിങ് കൊടുക്കുക, അതുപോലെ ഐസോമറിസം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഇനി ഇവിടെ പഠിക്കുന്നത് ആ ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ കെമിക്കൽ റിയാക്ഷൻ വ്യത്യസ്തമായ ഒരു 5 രാസപ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ 5 രാസപ്രവർത്തനങ്ങൾ നമുക്ക് പേരൊന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ആദ്യം നമ്മൾ പഠിക്കുന്ന 5 രാസപ്രവർത്തനങ്ങൾ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. ദെൻ രണ്ടാമത്തെ രാസപ്രവർത്തനമാണ് അഡീഷൻ റിയാക്ഷൻ, അഡീഷൻ രാസപ്രവർത്തനം. 3 പോളിമറൈസേഷൻ രാസപ്രവർത്തനം. 4 തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം എന്ന് പറയും. ദെൻ ദ ലാസ്റ്റ് വൺ ആണ് കമ്പഷൻ, ജ്വലനം. ഈ 5 രാസപ്രവർത്തനങ്ങളാണ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട ഒരു ഓർഗാനിക് സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഒരു 5 സംയുക്തങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കുന്നത്. നോക്കുക, മെത്തനോൾ പഠിക്കാനുണ്ട്, എത്തനോൾ പഠിക്കാനുണ്ട്, എത്തനോയിക് ആസിഡ് പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ 3 എണ്ണം. ഇതിൽ 3 നിങ്ങൾ നിർബന്ധമായിട്ടും ഇതിൻ്റെ വ്യാവസായിക നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ, ഉപയോഗങ്ങൾ, ഇത് രണ്ടും കൃത്യമായി പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ലാസ്റ്റ് 2 കോമ്പൗണ്ടുകളാണ് എസ്റ്റർ ആൻഡ് മെഡിസിൻ, ഔഷധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് ഒരു ടേബിളൊക്കെ ഉണ്ട്. നിർബന്ധമായിട്ടും ആ മെഡിസിനുമായി ബന്ധപ്പെട്ട ഔഷധങ്ങളുമായി ബന്ധപ്പെട്ട ആ ടേബിൾ പഠിച്ചിരിക്കും. അപ്പോൾ ഈ 5 രാസപ്രവർത്തനങ്ങളും 5 സംയുക്തങ്ങളും അടങ്ങുന്ന ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നോക്കാം, ഫസ്റ്റ് പറയുന്നത് നൈലോൺ 66 ഈസ് എൻ അഡീഷൻ പോളിമർ എന്നാണ്. നൈലോൺ 66 എന്ന് പറഞ്ഞത് ഒരു അഡീഷൻ പോളിമർ ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അഡീഷൻ പോളിമറുകളെ 2ആയി തിരിച്ചിട്ടുണ്ട്, അഡീഷൻ പോളിമറും കണ്ടൻസേഷൻ പോളിമറും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? അല്ല, കാരണം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം നൈലോൺ 66 എന്ന് പറയുന്നത് ഒരു കണ്ടൻസേഷൻ പോളിമറാണ്. ഓക്കെ, അഡീഷൻ പോളിമറുകൾ 5 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. PVC ഉണ്ട്, പോളിത്തീൻ ഉണ്ട്, പിന്നെ ടെഫ്ലോൺ ഉണ്ട്, ഓർലോൺ ഉണ്ട്, നാച്ചുറൽ റബ്ബർ, ഇങ്ങനെ പ്രകൃതിദത്ത റബ്ബർ, ഇങ്ങനെ ഒരു 5 അഡീഷണൽ പോളിമറുകളും ഒരു 3 കണ്ടൻസേഷൻ പോളിമറുകളാണ് നമുക്ക് പഠിക്കാനുള്ള. ഒരു ടേബിളൊക്കെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, പഠിക്കണം. അതിൻ്റെ മോണോമറുകളും നിർബന്ധമായിട്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടത്. അപ്പോൾ നൈലോൺ 66 ഒരിക്കലും എന്തല്ല, ഒരു അഡീഷൻ പോളിമർ അല്ല. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇവിടെ ഫിനോളും ഫോർമാൽഡിഹൈഡും നൈലോൺ 66ൻ്റെ മോണോമറുകൾ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് കൃത്യമായിട്ട് ആ മോണോമറുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതും എന്ത് തന്നെയാണ്, തെറ്റാണ്. നൈലോൺ 66ൻ്റെ മോണോമറുകൾ 2 എണ്ണമാണ്. അഡിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാമെത്തിലിൻ ഡൈ അമീൻ, ഇത് രണ്ടുമാണ് നൈലോൺ 66ൻ്റെ മോണോമറുകൾ. എന്നാൽ ഫിനോളും ഫോർമാൽഡിഹൈഡും കൂടി ചേർന്നുണ്ടാവുന്ന പോളിമർ, കണ്ടൻസേഷൻ പോളിമറിൻ്റെ പേരാണ് ബേക്കലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിൻ എന്നൊക്കെ പറയും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റുകളും തെറ്റായതുകൊണ്ട് സോ ദ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫാൾസ്, അഥവാ 2 പ്രസ്താവനകളും തെറ്റാണ് എന്നുള്ളതാണ് കൃത്യമായ ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് എസ്റ്ററിൻ്റെ പൊതു സൂത്രവാക്യം ഏതാണ് എന്നുള്ളൊരു 4 സൂത്രവാക്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ എസ്റ്റർ ഏതാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എസ്റ്റർ എന്ന് പറയുന്ന ഒരു സംയുക്തവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ നോക്കാം. ഇപ്പോൾ ഒന്നാമത്തെ ഇയാളിതാ, ഇത് ഏതാണെന്നൊന്ന് കൃത്യമായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ ഈ ഫോർമാറ്റിൽ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടിനെ കണ്ടാൽ നമുക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഒന്ന് എഴുതി നോക്കുക, C ഉണ്ട്, പിന്നെ ഒരു O ഉണ്ട്, ഈ O എഴുതി, പിന്നെ ഒരു OH ഉണ്ട്. അപ്പോൾ COOH, ഇത് കാർബോക്സിലിക് ആസിഡാണ്. എന്താണ്? കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി, ഇവിടെ ഒരു C ഉണ്ട്, പിന്നെ അത് ഡബിൾ ബോണ്ട് ഇട്ടിട്ട് ഒരു O ഉണ്ട്, അല്ലേ, CO, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും 2 ബോണ്ടാണ്. അപ്പോൾ CO എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഇത് നമുക്കറിയാം ഇതെന്താണ് സാധനം, ഇത് കീറ്റോ ഗ്രൂപ്പാണ്, കീറ്റോ ഗ്രൂപ്പ്. ഓക്കെ, ദെൻ ഇനി ഇവിടെ നോക്കി, RCCO, പിന്നെ ഇവിടെ ഒരു O ഉണ്ട്, അപ്പോൾ COO. ഓക്കെ, COO വരുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് വിളിക്കാറുള്ളത്, എസ്റ്റർ എന്ന് വിളിക്കാറുള്ളത്. പിന്നെ ഇവിടെ നോക്കി COH ഉണ്ട്, അപ്പോൾ CHO ആണിത്, അതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഏത് ഗ്രൂപ്പാണ്?
ആൽഡിഹൈഡ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ഏതാണ് എസ്റ്ററിൻ്റെത് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഈ മൂന്നാമത്തതാണ് അതിൻ്റെ കൃത്യമായ എന്ത് വരിക, ആൻസർ വരിക. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കിപ്പോവുക. അപ്പോൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇട്ടോ, കാർബോക്സിലിക് ആസിഡ് ഏതാണ്, അതുപോലെ തന്നെ ആൽഡിഹൈഡ് എങ്ങനെ ഉണ്ടാവുക, കീറ്റോൺ എങ്ങനെ ഉണ്ടാവുക, ആൽക്കഹോൾ OH വന്നാൽ ആൽക്കഹോളാണ്, ആ ഒരു ഭാഗം ആണ് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ 6 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ പഠിച്ചിട്ടുണ്ട്. ആ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു സാധനമാണ് എസ്റ്റർ. COO എന്ന ഗ്രൂപ്പ് വരുന്ന ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ് എസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗവും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നോക്കാം. അനലൈസ് ദ ഹിൻഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പോളിമർ. ഓക്കെ, ഹിൻഡ് നോക്കിയിട്ട് നമ്മൾ പോളിമറിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ ഒരു ഹിൻഡ് അവിടെ തന്നിട്ടുള്ളത് നോക്കുക. ഒന്നാമത്തെ ഒരു ഹിൻഡ് തന്നിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് എ കണ്ടൻസേഷൻ പോളിമർ. ഇതൊരു കണ്ടൻസേഷൻ പോളിമറാണ്. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കണ്ടൻസേഷൻ പോളിമർ 3 നമുക്ക് ആകെ പഠിക്കാനുള്ളൂ. നൈലോൺ 66 ഉണ്ട്, ബാക്കലൈറ്റ് ഉണ്ട്, അതിൻ്റെ മറ്റൊരു പേരാണ് ഫിനോൾ ഫോർമാൽഡിഹൈഡ് റെസിന്, പിന്നെ പോളിസ്റ്റർ ഉണ്ട്. പോളി എത്തിലിൻ ടെറിഫ്താലേറ്റ് എന്ന് പറയുന്ന പോളിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഇതിൽ 3 ആകാം. കണ്ടൻസേഷൻ പോളിമർ എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് 3 വരാം. രണ്ടാമത്തെ സ്റ്റേറ്റിൽ പറയുന്നുണ്ട് ടാർപോളിൻ ബോട്ടിൽ ഫാബ്രിക്സ്. ഓക്കെ, ടാർപോളിൻ കുപ്പി വസ്ത്രങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോളിമറാണ് എന്നുള്ളത്. അത് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റണം. അതാരാണ്? അത് പോളിസ്റ്ററാണ്. ആരാണ്? പോളിയെസ്റ്റർ. ഇതിൻ്റെ മറ്റൊരു പേരാണ് പോളി എത്തിലിൻ ടെറിഫ്താലേറ്റ്. വീണ്ടും നമ്മൾ പോളിമറൈസേഷൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ നമ്മൾ നൈലോൺ 66 പറഞ്ഞു കണ്ടൻസേഷനിൽ, ഇവിടെ ഇപ്പോൾ പോളിസ്റ്റർ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 4ാമത്തെ ഒരു ചോദ്യം നോക്കുക. റിയാക്ഷൻസിൻ്റെ ഭാഗത്തുനിന്ന് അഡീഷൻ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കട്ടോ, അഡീഷൻ രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ ഏത് കോമ്പൗണ്ട്, ഹെക്സൈൻ ഉണ്ട്, ക്ലോറോ ഹെക്സൈൻ ഉണ്ട്, ഹെക്സൈൻ ഉണ്ട്, സൈക്ലോ ഹെക്സൈൻ ഉണ്ട്, ഇതിൽ ആരാണ് അഡീഷൻ റിയാക്ഷന് പോവുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു സാധനമാണ്, അഡീഷൻ റിയാക്ഷന് പോകുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നിർബന്ധമായിട്ടും എങ്ങനെയുള്ളതായിരിക്കും? അൺസാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് അപൂരിത ഹൈഡ്രോ കാർബണുകളാണ് എന്തിനു പോകുള്ളൂ? അഡീഷൻ റിയാക്ഷന് പോകുള്ളൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ നിർബന്ധമായിട്ടും വേണം. അങ്ങനത്തെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ മാത്രമേ എന്തിനു പോകുള്ളൂ? അഡീഷൻ രാസപ്രവർത്തനത്തിന് പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കി. ഇവിടെ ഹെക്സൈൻ എയിനാണ്, അപ്പോൾ ഇതിൽ സിംഗിൾ ബോണ്ടാണ്, അപ്പോൾ പോകില്ല. അടുത്തത് ഇവിടെയും ഹെക്സൈൻ, അതും സിംഗിൾ ബോണ്ടാണ്, ഇതും അഡീഷൻ റിയാക്ഷൻ നടക്കില്ല. ഇവിടെ ഹെക്സൈൻ ഐന് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഏത് ബോണ്ടുണ്ട്? ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ സൈക്ലോ ഹെക്സൈൻ എയിനാണ്, അതും സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ പറയാൻ പറ്റും. ഇവിടുത്തെ ആൻസർ ആരാണ്? ഹെക്സൈൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഇനി ഏത് തന്നാലും നമ്മൾ മനസ്സിലാക്കട്ടോ. ഇപ്പോൾ ഈതൈൻ നോക്കി, ഈതൈൻ ഇത് അഡീഷൻ റിയാക്ഷന് പോവില്ല, കാരണം എന്താ? എയിൻ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ, എന്നാൽ ഈദീൻ അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ അതെന്തിനു പോകും? അഡീഷൻ റിയാക്ഷന് പോകും. അപ്പോൾ അഡീഷൻ റിയാക്ഷന് പോകുന്ന കോമ്പൗണ്ടുകൾ നിർബന്ധമായിട്ടും എന്തായിരിക്കണം? അൺസാച്ചുറേറ്റഡ് ആയിരിക്കണം, അപൂരിതം അഥവാ ഡബിളോ ട്രിപ്പിളോ ബോണ്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളതാണ് അഡീഷൻ രാസപ്രവർത്തനത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യം നോക്കാം, നമുക്ക് എവിടെ നിന്നാണ് നോക്കാം. നോക്കി, മറ്റു 2 രാസപ്രവർത്തനങ്ങൾ മിക്സ് ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കുക, ഏതാണ് രാസപ്രവർത്തനം എന്നൊക്കെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകണം, പറയാൻ പറ്റണം. ഓക്കെ, രാസപ്രവർത്തനം ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ശ്രദ്ധിക്കാം. ആദ്യം നമുക്കൊരു കോമ്പൗണ്ട് ഇവിടെ തന്നു. നോക്കി, CH3 CH2 CH3 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട്. ഓക്കെ, അതിലേക്ക് ഒന്നും ആഡൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അത് 2 കോമ്പൗണ്ടുകളായിട്ട് ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. അതിലൊരു കോമ്പൗണ്ടിന് ഇവിടെ 2 ഡബിൾ ബോണ്ടും കാണാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നോക്കിയാൽ ആകെയുള്ളത് ഇവിടെ 3 കാർബൺ. ഓക്കെ, അതിൽ ഒരു കോമ്പൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ 2 കാർബൺ ഉണ്ട്. അപ്പോൾ ഇനി ബാക്കി എത്ര കാർബണേ ഉണ്ടാവുള്ളൂ? ഒറ്റ കാർബണേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കാർബണാണ് നമ്മളിവിടെ എന്ത് ചെയ്യേണ്ടി വരിക? എഴുതേണ്ടി വരിക, ഒരു കാർബൺ. റെഡി? ഓക്കെ, ഇനി നോക്കി, ഒരു കാർബണിൻ്റെ അടുത്ത് ഇനി ബോണ്ടൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം H4 എണ്ണമാണ് ഇവിടെ വരിക, CH4 ആണ് അവിടുത്തെ ആൻസർ വരിക. ഇനി അങ്ങനെ നോക്കണമില്ല എന്നെങ്കിൽ നോക്കളി, ഇവിടെ 3 8 ഹൈഡ്രജനാണ് ഇവിടെ ആകെ ഉള്ളത്. അതിൽ 4 ഹൈഡ്രജൻ ഇതിൽ വന്നു, അപ്പോൾ ബാക്കി 4 എണ്ണം ഇതിലുണ്ടാവും. അപ്പോൾ CH4 ആണ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടി. ഇത് ഏത് റിയാക്ഷനാണെന്ന് പറയണം?
നോക്കി, ഈ 3 കാർബണുള്ള ഈ ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് 2 കോമ്പൗണ്ട് കിട്ടി. ആ കിട്ടിയ 2 കോമ്പൗണ്ടിൽ ഒന്നിന് സിംഗിൾ ബോണ്ട്, ഒന്ന് പറഞ്ഞാൽ ഒന്ന് സാച്ചുറേറ്റഡ് അപൂരിതം, ഓക്കെ, രണ്ടാമത്തേന് ഡബിൾ ബോണ്ട് ഉണ്ട്, ഒന്ന് അൺസാച്ചുറേറ്റഡും അഥവാ അപൂരിതവും. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോൾ ഡീകമ്പോസ് ചെയ്തിട്ട് 2 പ്രൊഡക്റ്റ് ഉണ്ടായി. അതിലൊന്ന് സാച്ചുറേറ്റഡും ഒന്ന് അൺസാച്ചുറേറ്റഡും, ഒന്നിന് സിംഗിൾ ബോണ്ട് ഒന്നിന് ഡബിൾ ബോണ്ട്, ഒന്ന് പൂരിതം അപൂരിതം. ഇങ്ങനെ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ് രാസപ്രവർത്തനത്തിൻ്റെ പേര്? തെർമൽ ക്രാക്കിംഗ് എന്നാണ് പറയുക. എന്താ പറയുക? തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം. അപ്പോൾ ഒന്നാമത്തെ രാസപ്രവർത്തനം ഏതാണെന്ന് മനസ്സിലായി, ഏതാണ്? താപീയ വിഘടനം. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ഓക്കെ ഏതാണ് CH4 കേട്ടോ. ആ CH4നെ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ടും ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന ആ റിയാക്ഷനെ പറയുന്ന പേരാണ് എന്ത്? കമ്പഷൻ. അപ്പോൾ ജ്വലനം. ഓക്കെ, അപ്പോൾ ജ്വലനം. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ ജ്വലനാണെന്ന് കിട്ടി. കമ്പഷൻ റിയാക്ഷൻ്റെ ഉൽപ്പന്നങ്ങൾ അഥവാ പ്രോഡക്റ്റ് എപ്പോഴും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് കമ്പഷൻ റിയാക്ഷൻ ആണെങ്കിലും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ജലം. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്ന ആൾ ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അതും കിട്ടി. ക്വസ്റ്റ്യൻ നോക്കി, AB എന്നിവ തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇതാ നോക്കിക്കോളി, എ എന്ന് പറയുന്ന ആൾ നമുക്ക് കിട്ടി CH4. അതെങ്ങനെ കിട്ടി? അത് തെർമൽ ക്രാക്കിംഗ് ആണ്. ഇവിടെ 3 കാർബൺ ഉണ്ട്, ഇതിൽ 2 എണ്ണം ഉണ്ട്, അപ്പോൾ ബാക്കി 1 ഇവിടെ ഉണ്ടാവും, അപ്പോൾ CH4. ഓക്കെ, ദെൻ ആ CH4 ഇവിടെ എഴുതണം, കാരണം ഇവിടെ ഇവിടെ എന്താണ്. അപ്പോൾ ആ CH4 ഇവിടെ എഴുതി. അത് ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ എപ്പോഴും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്? കമ്പഷനാണ്, ജ്വലനമാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് H2O കൂടെ എപ്പോഴും ജ്വലനത്തിൽ ആരുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഒരു സംശയമില്ല. അപ്പോൾ താപീയ വിഘടനം, ജ്വലനം എന്നീ 2 രാസപ്രവർത്തനങ്ങളിൽ നിന്നുള്ള മറ്റൊരു ചോദ്യമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് 6ാമത്തെ ചോദ്യം നോക്കി. എ ഹൈഡ്രോ കാർബൺ എക്സ് കണ്ടെയ്ൻ 1 കാർബൺ. ഓക്കെ, നമ്മളൊന്ന് എഴുതി നോക്കുക. എക്സ് എന്തൊക്കെ എക്സ്. ഓക്കെ, ഹൈഡ്രോ കാർബൺ എക്സ് എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്. അതിൽ എത്ര കാർബണേ ഉള്ളൂ? 1 കാർബൺ. ഓക്കെ, എഴുതി നോക്കുക, 1 കാർബൺ. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ജനറൽ ഫോർമുല N2n+2. അപ്പോൾ കാർബൺ 1 ആണെങ്കിൽ ഹൈഡ്രജൻ 2n+2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി. 1ൻ്റെ ഇരട്ടി എത്ര? 2. 2 + 2 എത്ര? 4. അപ്പോൾ H4. അപ്പോൾ ഇതൊരു ആൽക്കെയിനാണ്, പേര് മീഥെയിൻ. ഓക്കെ, വെൻ എക്സ് റിയാക്ട് വിത്ത് 1 ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ ഈ എക്സ് ഒരു ക്ലോറിൻ മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യാണ്, Cl2മായിട്ട് റിയാക്ട് ചെയ്യാണ്. റൈറ്റ് ദ പ്രോഡക്ട്സ്. അപ്പോൾ കിട്ടുന്ന ഉൽപ്പന്നം, ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നം എഴുതുക എന്നാണ് ചോദ്യം. നോക്കി, ഇതേത് രാസപ്രവർത്തനമെന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇവിടെ നമ്മളൊരു ഓർഗാനിക് കോമ്പൗണ്ട് എഴുതിയിട്ടുണ്ട് അല്ലേ? ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട്? CH4. ആകെ ഒരു കാർബണേ ഉള്ളൂ, അതിൽ സിംഗിൾ ബോണ്ടേക്കർ ഉണ്ടാവുക, ഏകബന്ധനേക്കർ ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ട് അതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്താൽ അവിടെ നടക്കാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഏത് റിയാക്ഷൻ ആയിരിക്കും? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അഥവാ ആദേശ രാസപ്രവർത്തനമേ അവിടെ നടക്കുള്ളൂ, ഒരു സംശയവുമില്ല. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടാണ് ഞാനിവിടെ എഴുതിയത് എന്നുണ്ടെങ്കിൽ അവിടെ അഡീഷൻ നടന്നിട്ടുണ്ടാകും. പക്ഷേ ഇവിടെ എന്തായാലും സിംഗിൾ ബോണ്ട് ഏകബന്ധനം ഉള്ളതുകൊണ്ട് അവിടെ എന്തേ നടക്കുള്ളൂ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്താൽ ഈ Cl നേരെ ഇങ്ങോട്ട് വരും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊരു Hനെ റിമൂവ് ചെയ്യണം. അപ്പോൾ CH4 ഉള്ളത് എന്താവും? CH3. പക്ഷേ ആ H3 പോയോടത്തേക്ക് ഒരു Cl വരും. അപ്പോൾ CH3Cl പ്ലസ് ഇവിടുന്ന് പോയ ഒരു H, അപ്പോൾ Hഉം പിന്നെ ഇവിടെ 2 Cl ഉണ്ട്, അതിൽ ഒരു Cl ഇവിടെ പോയിട്ടുള്ളൂ, അപ്പോൾ HCl. ഇതാണ് അതിൻ്റെ റിയാക്ഷൻ. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് കിട്ടി? ഏതൊക്കെ? CH3Cl, ക്ലോറോമീഥേനും ഹൈഡ്രോക്ലോറിക് ആസിഡും. രണ്ടാമത്തെ നോക്കി, ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏത് തരം രാസപ്രവർത്തനമാണ്? ആദേശം. അപ്പോൾ നോക്കി, ഒരു കാർബണുള്ള CnH2n+2 ജനറൽ ഫോർമുല ഉള്ള ഒരു ഹൈഡ്രോ കാർബണാണ് CH4. അതിലേക്ക് ക്ലോറിൻ ആഡ് ചെയ്തപ്പോൾ ഏത് രാസപ്രവർത്തനം നടന്നു? ആദേശം, സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ക്ലോറിന് നേരെ ഇങ്ങോട്ട് വന്നു, അപ്പോൾ അവിടുന്ന് ഒരു H പോയി, അപ്പോൾ CH3Cl ആയി. ദെൻ ഇവിടുന്ന് പോയ Hഉം ഇവിടെ ബാക്കിയുള്ള Clഉം കൂടി എന്തുണ്ടായി? HCl ഉണ്ടായി. അപ്പോൾ ഇതാണ് ഈ ഒരു റിയാക്ഷൻ. അപ്പോൾ ഇവിടെ ഏത് രാസപ്രവർത്തനമാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തത്? ആദേശ രാസപ്രവർത്തനം. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ഇനി ഏഴാമത്തെ ചോദ്യം വീണ്ടും പോളിമറൈസേഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളതാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. തെറ്റായ പെയറിനെ, ജോഡിനെ കണ്ടെത്താനാണ്. ഈസിയാണ്. നോക്കിയാൽ
ഇത് PVC എന്ന് പറയുന്ന ആളുടെ മോണോമറാണല്ലോ വിനൈൽ ക്ലോറൈഡ്, ഒരു സംശയവുമില്ല. PVCൻ്റെ മോണോമറാണ് ആര്? വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, അത് കറക്റ്റാണ്. PVCയുടെ മോണോമർ തന്നെയാണ് ആര്? വിനൈൽ ക്ലോറൈഡ്. എന്നാൽ നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമറാണോ വിനൈൽ സയനൈഡ്? അല്ല. നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ എന്ന് പറയുന്ന പ്രകൃതിദത്ത റബ്ബറിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ആരാണ് പഠിച്ചിട്ടുണ്ട്? ഐസോപ്രീൻ. ആരാണ്? ഐസോപ്രീൻ. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. റെഡി. പിന്നെ ടെട്രാഫ്ലൂറോ ഈഥീൻ. ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത് ഓർലോണിൻ്റെ മോണോമർ അല്ല. ടെട്രാഫ്ലൂറോ ഈഥീൻ എന്ന് പറയുന്നത് ഇത് ആരുടെ മോണോമറാ? ടെഫ്ലോണിൻ്റെ മോണോമറാ. ടെഫ്ലോണിൻ്റെ മോണോമറാ. ഓർലോണിൻ്റെ മോണോമർ ഏതാണ്? ഓർലോണിൻ്റെ മോണോമറാണ് വിനൈൽ സയനൈഡ് അല്ലെങ്കിൽ അക്രിലോ നൈട്രിൽ എന്ന് പറയുന്ന ആൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും തെറ്റാണ്. ഇനി നോക്കി, പോളിത്തീൻ്റെ മോണോമറാണ് ഈഥീൻ. അതിലും സംശയമില്ല. അപ്പോൾ ഈ ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്? പോളിമറൈസേഷനിലെ 2 പോളിമർ, അഡീഷനും കണ്ടൻസേഷനും. അതിൽ അഡീഷൻ്റെ ഒരു ടേബിളിൽ നമ്മൾ 5 പോളിമറുകൾ പഠിക്കുന്നുണ്ട്. ആ 5 പോളിമറുകളിലെ 4 എണ്ണവും അതിൻ്റെ മോണോമറാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ 2 എണ്ണം തെറ്റാണ്. ആ 2 എണ്ണം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിനൈൽ ക്ലോറൈഡ് PVC കറക്റ്റാണ്. പോളിത്തീനും ഈഥീനും എന്താണ്? കറക്റ്റാണ്. പക്ഷേ ഓർലോണും ടെട്രാഫ്ലൂറോ ഈഥീനും കറക്റ്റല്ല. വിനൈൽ സയനൈഡ് നാച്ചുറൽ റബ്ബർ. അപ്പോൾ നാച്ചുറൽ റബ്ബറിൻ്റെ മോണോമർ ഏതാണ്? ഐസോപ്രീൻ. ഓർലോണിൻ്റെ മോണോമർ അക്രിലോ നൈട്രിൽ അല്ലെങ്കിൽ വിനൈൽ സയനൈഡ്. ദെൻ ഇനി ടെട്രാഫ്ലൂറോ ഈഥീൻ കൂടി ചേർന്നുണ്ടാകുന്ന പോളിമർ ഏതാണ്? ടെഫ്ലോണൊക്കെ ഉപയോഗം പഠിച്ചു വെക്കണം കേട്ടോ. നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ ഇന്നർ സർഫസിൽ, പാത്രങ്ങളുടെ ഉൾപ്രതലങ്ങളിൽ ആവരണം ചെയ്യുന്ന ഒരാളാണ് ആര്? ടെഫ്ലോൺ. ഓക്കെ, ഇനി അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. ഓക്കെ, എത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണം. മൊളാസസിൽ നിന്നും എത്തനോൾ ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യവും, പിന്നെ മെത്തനോൾ എന്ന് പറയുന്ന ഭാഗത്ത് അതിൻ്റെ ഉപയോഗങ്ങളിൽ പറയുന്ന ഒരു ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ് 2. നോക്കി, എന്താണ് ഈ താഴെ പറയുന്ന ആളുകൾ എന്നാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. അപ്പോൾ പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് ആദ്യത്തെ. ഓക്കെ, നിങ്ങൾ എത്തനോൾ പഠിച്ചിട്ടുണ്ട്. എത്തനോൾ അല്ലേ? എത്തനോൾ, ഇതിൽ 100% എത്തനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. എന്താണ് വിളിക്കുക? അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഈ അബ്സല്യൂട്ട് ആൽക്കഹോളിലേക്ക് പെട്രോള് മിക്സ് ചെയ്താൽ, അബ്സല്യൂട്ട് ആൽക്കഹോളും പെട്രോളും മിക്സ് ചെയ്തതിനാണ് നമ്മൾ എന്തു പറയാം? പവർ ആൽക്കഹോൾ എന്ന് പറയാം. 80% പെട്രോൾ ഉണ്ടാവും, 20% എന്തുണ്ടാവും? അബ്സല്യൂട്ട് ആൽക്കഹോൾ ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ പവർ ആൽക്കഹോൾ. നമ്മൾ വെഹിക്കിൾസിലെ ഫ്യൂവലൊക്കെ ആയിട്ട് ഇന്ധനമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ് പവർ ആൽക്കഹോൾ. ഓക്കെ, ദെൻ ഫോർമാലിൻ. ഇതൊക്കെ ചിലപ്പോൾ പല ആളുകളും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. എവിടെയാണ് ഫോർമാലിൻ? ടെക്സ്റ്റ് ബുക്കിൽ. മെത്തനോളിൻ്റെ ഉപയോഗം, മെത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണം കഴിഞ്ഞ് ഉപയോഗങ്ങൾ പറയുമ്പോൾ അതിൽ 2ാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് ഫോർമാൽഡിഹൈഡ്. 40% സൊല്യൂഷൻ ഓഫ് ഫോർമാൽഡിഹൈഡ്. ഓക്കെ, ഫോർമാൽഡിഹൈഡിൻ്റെ 40% വരുന്ന സൊല്യൂഷനാണ് നമ്മൾ എന്ത് പറയുക? ഫോർമാലിൻ എന്ന് പറയാം. ഓക്കെ, ഫോർമാൽഡിഹൈഡിൻ്റെ 40% വരുന്ന ഒരു ലായനിയാണ് നമ്മൾ എന്ത് പറയുക? ഫോർമാലിൻ എന്ന് പറയുക. അപ്പോൾ ആ ഒരു ഭാഗം കൃത്യമായിട്ട് നോക്കി വെക്കുക. എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഇതൊക്കെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്ന ഭാഗമാണ് ഈ ഫോർമാലിനൊക്കെ. അപ്പോൾ അത് ഓർത്തിരിക്കുക. റെഡി. ഇനി 9ാമത്തെ ചോദ്യം. വീണ്ടും നമ്മൾ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഭാഗത്തേക്ക് തന്നെയാണ് ചോദ്യം പോകുന്നത്. നോക്കാം. എൻ ആൽക്കൈൻ എക്സ്. ശ്രദ്ധിക്കണോ, ഞാൻ താഴെ ഇങ്ങനെ എഴുതുന്നുണ്ട്, ഓരോന്ന് വായിച്ചു വെച്ച് ഇങ്ങനെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടട്ടോ. നമ്മൾ ആദ്യം ഇങ്ങനെ വായിക്കുക. ആൽക്കൈൻ എക്സ് നോക്കിയോളി. എക്സ് എന്ന് പറയുന്ന ഒരു ആൽക്കൈൻ ഓൺ അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ എക്സ് എന്തിനു പോവാണ്? അഡീഷൻ റിയാക്ഷന് വിധേയമാണ്. അഡീഷൻ റിയാക്ഷൻ കേട്ടോ. അഡീഷൻ രാസപ്രവർത്തനത്തിന് പോയി വിത്ത് ഹൈഡ്രജൻ. അപ്പോൾ ആരുമായിട്ട് അഡീഷൻ റിയാക്ഷൻ? ഹൈഡ്രജനുമായിട്ടാണ് അഡീഷൻ റിയാക്ഷൻ. ഓക്കെ, ഹൈഡ്രജനുമായിട്ട് അഡീഷൻ റിയാക്ഷൻ നടന്നു. ഓക്കെ, അങ്ങനെ എൻ ആൽക്കീൻ. അപ്പോൾ എനിക്കൊരു ആൽക്കീന് കിട്ടി. ആൽക്കീൻ അതെന്താണ്? വൈ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്? എക്സ് ഒരു ആൽക്കൈനാണ്. എക്സ് എന്താണ്? ഒരു ആൽക്കൈന. അപ്പോൾ ഇതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഓക്കെ, വൈ എന്താണ്? ഒരു ആൽക്കീനാണ്. അപ്പോൾ അതിൽ എന്തായി എന്ന് മനസ്സിലാക്കണം? ഡബിൾ ബോണ്ട് ആയി എന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഇനി വൈ വിച്ച് ഓൺ പോളിമറൈസേഷൻ. ഇനി ഈ വൈ എന്തിനു പോവാണ്? നോക്കി വൈ എന്തിനു പോവാണ്? പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുകയാണ്. പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് കിട്ടിയെന്ന് കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. പോളിത്തീൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. എന്ത് കിട്ടിയെന്ന് പറയുന്നുണ്ട്? പോളിത്തീൻ കിട്ടിയെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ആൻസർ ഇങ്ങനെ ചെയ്ത് നോക്കണം. ശ്രദ്ധിച്ചോളിട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് കറക്റ്റ് ചെയ്ത് പഠിക്കണം. നമ്മൾ ആദ്യം എക്സ് എന്ന് പറഞ്ഞു. നമ്മൾ ആദ്യം ഇവിടെ എന്ത് ചെയ്തി? എക്സ് എന്ന് എഴുതി. ഓക്കെ, അതൊരു ആൽക്കൈനാണ് എന്ന് പറയുമ്പോൾ അതിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ദെൻ അതിനെ ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് അഡീഷൻ റിയാക്ഷൻ നടത്തി. അങ്ങനെ നമുക്കൊരു ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ടുള്ള ഒരാളെ കിട്ടി. അതാണ് ആര്?
വൈ. അതാണ് ആര്? വൈ. അത് കിട്ടി. ഓക്കെ. വിച്ച് ഓൺ പോളിമറൈസേഷൻ, അതിനെ പോളിമറൈസേഷൻ നടത്തി. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? പോളിത്തീൻ കിട്ടി. ഇങ്ങനെ എത്തി. ഇനി നമ്മളിങ്ങനെ ബാക്കിലേക്ക് പോകാൻ നോക്കി. പോളിത്തീൻ എന്ന് പറയുന്ന ആൾ എന്തെന്നാ കിട്ടുക? പോളിത്തീൻ എന്തെന്നാ കിട്ടുക? പോളിത്തീൻ കിട്ടണമെങ്കിൽ അത് ഈഥീനെന്നേ കിട്ടുള്ളൂ. കാരണം പോളിത്തീൻ്റെ മോണോമറാണ് ആര്? ഈഥീൻ. ആരാണ്? ഈഥീൻ. അപ്പോൾ ഈഥീൻ്റെ സ്ട്രക്ചർ എങ്ങനെ വരയ്ക്കുക? 2 കാർബൺ, ഇത് കേട്ടോ 2 കാർബൺ, ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ CH2CH2 ഇതാണ് ഈഥീൻ. ഓക്കെ. ദെൻ ഇനി ഈഥീന് 2 ഹൈഡ്രജൻ ചേർത്തപ്പോൾ നോക്കട്ടെ, 2 ഹൈഡ്രജൻ ചേർത്തപ്പോൾ എന്തായത്? നോക്കി, എക്സിലേക്ക് 2 ഹൈഡ്രജൻ ചേർത്തപ്പോഴാണ് എന്തായി മാറിയത്? ഈഥീനായി മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ എക്സ് ആരേക്കരം നോക്കി, CH, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടല്ലോ, ട്രിപ്പിൾ ബോണ്ട് CH, ഇതായിരിക്കും എക്സ്. കാരണം ഇതിലേക്കാണ് നമ്മൾ ഹൈഡ്രജൻ ചേർക്കണം. ഒന്ന് നോക്കി അഡീഷൻ റിയാക്ഷൻ വളരെ ഈസിയാണ്. അഡീഷൻ റിയാക്ഷൻ നോക്കി, ഇതാണ് എക്സ്. അപ്പോൾ ആ എക്സ് ആണ് ഞാൻ ഇവിടെ എഴുതിയത്. അതിക്ക് ഹൈഡ്രജൻ ചേർത്തു. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ട് വരും. അപ്പോൾ CH എന്നുള്ളത് CH2 ആയി. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഇങ്ങോട്ടും പോകും. അപ്പോൾ CH എന്നുള്ളത് എന്താവും? CH2 ആവും. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത് എന്താവും? ഡബിൾ ബോണ്ട് ആവും. ചോദ്യം എന്താ? ഐഡൻറ്റിഫൈ എക്സ്. ആരാണ് എക്സ്? എക്സ് ആരാന്ന് കിട്ടി. എന്താ സംശയം? എക്സ് ആണ് നമ്മൾ എഴുതിയത്. എന്താണ്? CH ട്രിപ്പിൾ ബോണ്ട് CH, ദാറ്റ് മീൻസ് ഈഥൈൻ. അതാണ് എക്സ്. ഓക്കെ. അപ്പോൾ എക്സ് ഏതാണ് കിട്ടി. റെഡി. ഇനി ഈ എക്സിനെ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് പ്രൊഡക്റ്റ് വൈ റിയാക്ട് വിത്ത് HCl. വൈ. അപ്പോൾ ആരാ വൈ? ഇതാണ് ഇതാണ് വൈ. ഇത് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുക? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുക. ഞാൻ മുകളിൽ എഴുതുന്നുണ്ട് നോക്കിയാൽ വൈ ഞാനിവിടെ എഴുതി CH2 ഡബിൾ ബോണ്ട് CH2. ഇതാണ് വൈ. ഇതാണ് വൈ. ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? HCl-ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ അത് എന്ത് റിയാക്ഷൻ ആയിരിക്കും? അഡീഷൻ. കാരണം എന്താ? ഇതിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ട് ഉള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് ഒരു മോളിക്യൂൾ ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും അത് അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കുക എങ്ങനെയായിരിക്കും അഡീഷൻ. ഇതിൽ 2 ആറ്റം ഉണ്ട്. ഒന്ന് H ആണ്. ഈ H-നെ ഞാൻ നേരെ ഈ കാർബണിന് കൊടുത്തു. ഈ Cl-നെ ഞാൻ നേരെ ഈ കാർബണിന് കൊടുത്തു. അപ്പോൾ എങ്ങനെ ഉണ്ടാവും പ്രൊഡക്റ്റ് നോക്കി? അപ്പോൾ എങ്ങനെ ഉണ്ടാവും പ്രൊഡക്റ്റ്? ഇങ്ങോട്ട് ഒരു H വന്നല്ലോ. അപ്പോൾ CH2 എന്നുള്ളത് എന്താവും? CH3. ഡബിൾ ബോണ്ട് ഉള്ള എന്താവും? സിംഗിൾ ബോണ്ട്. CH2 എന്നുള്ളത് ഒരു മാറ്റം ഉണ്ടാവില്ല, പക്ഷേ അവിടെ Cl വന്നിട്ടുണ്ട്. അപ്പോൾ CH2Cl. ഉൽപ്പന്നത്തിൻ്റെ ഘടനാവാക്യം എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്താ? ഐഡൻറ്റിഫൈ എക്സ് എന്നേ ഉള്ളൂ. പക്ഷെ ഒറ്റടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ പോരണം. പോളിത്തീൻ ഉണ്ടാവുന്നത് ഈഥീൻ എന്നാണ്. അപ്പോൾ ഈഥീൻ ഉണ്ടായത് എങ്ങനെ? 2 ഹൈഡ്രജൻ ചേർത്തിട്ടാണ്. അപ്പോൾ ഒന്നാമത്തിൻ്റെ ആൻസർ ഇവിടെ കിട്ടി, ഈഥൈൻ. തിരിച്ചിങ്ങനെ പോരണം. എല്ലാ റിയാക്ഷനും പോളിമറൈസേഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അഡീഷൻ പറഞ്ഞിട്ടുണ്ട്. അഡീഷൻ്റെ മറ്റൊരു ഇതാണ് അതിൻ്റെ സബ് ക്വസ്റ്റ്യനിൽ പറയുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത് റിയാക്ഷനുമായി ബന്ധപ്പെട്ട അത് വെറുതെ ഇങ്ങനെ അതിൻ്റെ ഡെഫിനിഷൻസ് മാത്രം ഇങ്ങനെ കാണാതെ പഠിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിന് ആൻസർ ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നിർബന്ധമായിട്ടും ചെയ്ത് പ്രാക്ടീസ് ആണ്. ദെൻ അടുത്ത് നോക്കുക 10ാമത്തെ ചോദ്യം. വീണ്ടും റിയാക്ഷൻസ് എന്ന് പറയുന്ന ഈ റിയാക്ഷൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ ഇതേത് റിയാക്ഷനാണ്. ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു, ചൂടാക്കുന്നു. അപ്പോൾ ഏതെങ്കിലും റിയാക്ഷൻ പറയും. റിയാക്ഷൻ്റെ പേര് മാത്രം ആദ്യം പറയും. റിയാക്ഷൻ്റെ പേര് തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. അങ്ങനെ ചൂടാക്കിയിട്ട് 2 ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. താപീയ വിഘടനം 2 ഉൽപ്പന്നങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ ഒന്നിന് ഏകബന്ധനം, മറ്റേതിന് അപ്പം എന്തെങ്കിലും ദ്വിബന്ധനം. ഒരു ഉൽപ്പന്നം ഇവിടെ തന്നാണ്. ഇത് വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചോട്ടോ. ഇവിടെ ഇതിലാകെ 1, 2, 3, 4 കാർബണാണുള്ളത്. എന്നാൽ ആ 4 ഇങ്ങൾക്ക് തന്ന ഉൽപ്പന്നത്തിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. എത്ര ഉണ്ട്? സോറി, നിങ്ങൾക്ക് തന്നതിൽ 1 ഉണ്ട്. ഒറ്റ കാർബണേ ഉള്ളൂ. ആകെ 4 ഇതിൽ 1. അപ്പോൾ ഇനി നിങ്ങൾ എഴുതണേൽ എത്ര എണ്ണം വേണം പറയും? 3 വേണം. ബാക്കിയുള്ള 3 1, 2, 3 വേണം. ഇനി ഇതിൽ നോക്കി ഇതിൽ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ എഴുതണേൽ എന്ത് വേണം? ദ്വിബന്ധനം നിർബന്ധമായിട്ട് ഇടണം. അപ്പോൾ ഏതെങ്കിലും ഒരു കാർബൺ നമ്മൾ എന്തിടുന്നു? ദ്വിബന്ധനം ഇടുന്നു. മറ്റേത് എന്തെന്നെ? സിംഗിൾ ബോണ്ട്, ഏകബന്ധനം. അപ്പോൾ നമ്മൾ H ഇട്ട് കൊടുക്കുന്നു. ഇവിടെ 2H, ഇവിടെ 1H, ഇവിടെ H3. അപ്പോൾ തെർമൽ ക്രാക്കിങ്ങിൽ പ്രൊഡക്റ്റ് കിട്ടി. ഇനി അടുത്ത പറയുന്നത് ഈ CH2. ഞാനിത് ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ ഒന്നാമത്തെ A എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതാണ്. ഇനി അതിനെ ഞാനിവിടെ എഴുതുന്നതായിട്ടോ CH2 ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3. ഇതിലേക്ക് നമ്മളോട് എന്താണ് ആഡ് ചെയ്യാൻ പറഞ്ഞത്? A എന്ന് പറയുന്നതിലേക്ക് എന്താ ആഡ് ചെയ്യാൻ പറഞ്ഞത്? H2 ആഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇത് എന്ത് റിയാക്ഷനാണ്? ഇത് അഡീഷൻ റിയാക്ഷൻ. ഒരു സംശയമില്ല. അത് ഏത് റിയാക്ഷനാണ്? അഡീഷൻ റിയാക്ഷൻ. അപ്പോൾ അഡീഷൻ റിയാക്ഷൻ ആണെങ്കിൽ നോക്കി, ഈ H-ലെ ഒരു H ഇങ്ങോട്ട്, ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള കാർബണിക്ക് പോവും. ഒരു H ഇങ്ങോട്ട്.
അപ്പോൾ എന്താവും പറയും CH2ക്ക് ഒരു എച്ച് വരുമ്പോൾ CH3 എന്നും CHക്ക് ഒരു എച്ച് വരുമ്പോൾ CH2 എന്നും ഓക്കെ. ഈ CH3ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, അതങ്ങനെ ഉണ്ടാവും, CH3 എന്നും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ ഡബിൾ ബോണ്ട് സ്വാഭാവികമായിട്ട് എന്തായി മാറും? സിംഗിൾ ബോണ്ട് പൂരിതമായി മാറും. അത് അഡീഷൻ റിയാക്ഷൻ്റെ പ്രത്യേകതയാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താ? ഐഡൻറ്റിഫൈ A ആൻഡ് B. അത് രണ്ടും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതാണെന്ത് എ, ഇത് എ. ഓക്കെ, ബി ഏതാ? ബി ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ സാധനം കേട്ടോ, ബി ആണ് ഈ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ, ഒന്നാമത്തിൻ്റെ ആൻസർ നമ്മൾ കിട്ടി. ഒന്നാമത്തിൻ്റെ ആൻസർ ഇതാ, ഐഡൻറ്റിഫൈ എ, ഇത് എ ആണ്, ഇതാണ് നമ്മളെന്ത്? ബി. റെഡി. ഇനി വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി റിയാക്ഷൻ 1? അത് ബി ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ റിയാക്ഷൻ്റെ പേരെന്താ? നമ്മൾ ഇതാ തെർമൽ ക്രാക്കിംഗ്. എന്താണ്? തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. മൂന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ അപ്ലിക്കേഷൻ ഓഫ് സച്ച് റിയാക്ഷൻ ഇൻ അവർ ഡേ ടു ഡേ? തെർമൽ ക്രാക്കിംഗ് അല്ലെങ്കിൽ താപീയ വിഘടനം എന്ന് പറയുന്ന രാസപ്രവർത്തനത്തിൻ്റെ ആപ്ലിക്കേഷൻ നമ്മുടെ നിത്യജീവിതത്തിൽ എന്താണ് അതിൻ്റെ ഒരു ഉപയോഗം എന്നുള്ളതാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ പല ആളുകളും ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാവില്ല. താപീയ വിഘടനം അല്ലെങ്കിൽ തെർമൽ ക്രാക്കിംഗ് എന്ന് പറയുന്ന റിയാക്ഷനാണ്, രാസപ്രവർത്തനമാണ് നമ്മുടെ പ്ലാസ്റ്റിക് മൂലമുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം ഒരു പരിധിവരെ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഓർഗാനിക് രാസപ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്. ഏതാണ്? തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ആ താപീയ വിഘടനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ലൈനിലായിട്ട് പറയുന്നുണ്ട്. സോ നോക്കിയിട്ട് പോകണം. താപീയ വിഘടനം എന്ന് പറയുന്ന രാസപ്രവർത്തനം പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം ഒരു പരിധിവരെ കുറക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 11ാമത്തെ ചോദ്യം വീണ്ടും രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഭാഗത്തു നിന്നാണ്. നോക്കാം. ഇവിടെ ദ ഹൈഡ്രോ കാർബൺ എ എന്ന് പറയുന്ന ഒരു ഹൈഡ്രോ കാർബൺ, ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺ എ ഉണ്ട്. ഓക്കെ, 2 കാർബൺ ആറ്റം. അപ്പോൾ ഇതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളത്? 2 കാർബൺ ആറ്റം. ആൻഡ് ട്രിപ്പിൾ ബോണ്ട്. ഇതിൽ എന്ത് ബോണ്ടും ഉണ്ട്? ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ, ബിറ്റ്വീൻ ദം അണ്ടർഗോ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് ഇവിടെ 2H വരുമല്ലോ, 2H വരും. ഓക്കെ, അണ്ടർഗോ അഡീഷൻ റിയാക്ഷൻ. ഏത് റിയാക്ഷനാണ് പോണത്? അഡീഷൻ റിയാക്ഷൻ. ആരുമായിട്ട്? HCl-ഉമായിട്ട്. അങ്ങനെ അപ്പോൾ HCl-ഉമായിട്ട് അഡീഷൻ റിയാക്ഷൻ നടന്നു. ഓക്കെ, അങ്ങനെ ബി എന്ന് പറയുന്ന ഒരാളുണ്ടായി. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് ആൻസർ ചെയ്ത് നോക്കുക. എന്താ സംഭവിക്കുക? ഈ H ഇങ്ങോട്ട് പോവും. അപ്പോൾ ഇവിടെ എന്താവും? CH2. ഓക്കെ, CH2. ഓക്കെ, ഇനി ഈ CL ഇങ്ങോട്ട് പോവും. അപ്പോളോ CH2 ഉണ്ടാവില്ല, സോറി, നോക്കി CH അവിടേക്ക് വന്നത് Cl ആണ്. അപ്പോൾ CHCl. റെഡി. അപ്പോൾ CH2 CHCl കിട്ടി. ഐഡൻറ്റിഫൈ, ഫൈൻഡ് എ ബി ആൻഡ് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ആൻഡ് അണ്ടർഗോ പോളിമറൈസേഷൻ ആൻഡ് ഫോം സി. ഇനി ബി എന്ന് പറയുന്ന ആൾ ശ്രദ്ധിക്കണ്ട. ബി എന്ന് പറയുന്ന ഇയാളെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്. CH2 CHCl. ഇത് അണ്ടർഗോ പോളിമറൈസേഷൻ. അപ്പോൾ പോളിമറൈസേഷൻ, സോറി, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ടാണ് കിട്ടട്ടെ, ഡബിൾ ബോണ്ട്. കാരണം ഇതിൽ ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നിർബന്ധമായിട്ടും ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആ ഡബിൾ ബോണ്ടുള്ള ഈ ഒരു കോമ്പൗണ്ട്, ഇതാ ഇവിടെ എഴുതിയ ഈ ഒരു കോമ്പൗണ്ട്, അത് പോളിമറൈസേഷന് പോകുന്നു. പോളിമറൈസേഷന് പോകുമ്പോൾ അതിൻ്റെ മുന്നിൽ എന്തിടണം? N ഇടണം. ദെൻ അപ്പോൾ പ്രൊഡക്റ്റ് എങ്ങനെ എഴുതുക? ഈ CH2 അങ്ങനെ തന്നെ എഴുതുക. CH2 ഡബിൾ ബോണ്ട് എന്താക്കുക? സിംഗിൾ ബോണ്ട്. അടുത്ത CH അതേപോലെ എഴുതുക. അവിടെ Cl അതേപോലെ ഇതാ. ദെൻ 2 ബോണ്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ എന്തിട്ട് കൊടുക്കുക? സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോന്നിൻ്റെയും പേര് ഇങ്ങനെ എഴുതി തരാൻ ശ്രദ്ധിച്ചോളി. ഇതിൻ്റെ പേര് നമുക്കറിയാം, ഈതൈന്. ഓക്കെ, ഇതിൻ്റെ പേരാണ് ക്ലോറോ ഈതൈൻ. എന്താണ്? ക്ലോറോ ഈതീൻ കേട്ടോ, ക്ലോറോ ഈതീന്. ഇതിനെ തന്നെ വിളിക്കണ മറ്റൊരു പേരാണ് വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, ഇനി അതിനെ ഇതാണല്ലോ വിനൈൽ ക്ലോറൈഡ്. അതിനെ പോളിമറൈസേഷൻ നടത്തിയിട്ട് കിട്ടിയ ഇതിൻ്റെ പേരാണ് PVC. എന്താണ്? PVC. ഓക്കെ, 2 മാർക്കിൻ്റെ സ്ഥിരം ചോദ്യമാണ്, ശ്രദ്ധിച്ചോളി. ഹൗ ടു പ്രിപ്പയർ, എങ്ങനെയാണ് ഈ ഈതൈനിൽ നിന്ന് PVC ഉണ്ടാക്കുക? അപ്പോൾ ആദ്യം ചെയ്യേണ്ട, ഈതൈനിലേക്ക് HCl ആഡ് ചെയ്ത് ഈ അഡീഷൻ നടത്തി അതിനെ വിനൈൽ ക്ലോറൈഡ് ആക്കുക, ക്ലോറോ ഈതീനാക്കുക. എന്നിട്ട് ആ ക്ലോറോ ഈതീനെ വിനൈൽ ക്ലോറൈഡിനെ എന്ത് നടത്തുക? പോളിമറൈസേഷൻ നടത്തുക. അപ്പോൾ നമുക്ക് PVC കിട്ടും. റെഡി. ചോദ്യം 1, ഫൈൻഡ് ABC. എ ആരാ? ബി ആരാ? സി ആരാ? എ ആരാ? ഇതാണ് എ, ഈതൈൻ. ബി ആരാ? ദ ബി, ക്ലോറോ ഈതീൻ അല്ലെങ്കിൽ വിനൈൽ ക്ലോറൈഡ്. ഓക്കെ, സി ആരാ? CC, PVC. ഇതാണ് സി. റെഡി. അപ്പോൾ ABC കിട്ടി. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് ബി. ബീൻ്റെ കോമൺ നെയിം കോമൺ നെയിം ഇതാണ് വിനൈൽ ക്ലോറൈഡ്. എന്താണ്?
വിനൈൽ ക്ലോറൈഡ്. റൈറ്റ്. എനി ടു യൂസസ് ഓഫ് സീൻ്റെ യൂസ് ഇതാ PVCൻ്റെ യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം, പൈപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും. PVC പൈപ്പ് കിട്ടില്ലേ? അപ്പോൾ PVC പൈപ്പ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഫർണിച്ചറുകൾ ഉണ്ടാക്കാനൊക്കെ PVC ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ PVC ഫർണിച്ചറുകൾ അതുപോലെ തന്നെ പൈപ്പ് ഉണ്ടാക്കാനൊക്കെ PVC ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഉപയോഗങ്ങൾ പഠിച്ചിരിക്കും. നിങ്ങൾ പോളിമറൈസേഷനിൽ 5 അഡീഷണൽ പോളിമറും 3 കണ്ടൻസേഷൻ പോളിമറും അതിൻ്റെ മോണോമറുകളും അതിൻ്റെ ഉപയോഗം നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട ഒരു ടേബിളാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ടേബിൾ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് നല്ല ഒരു അടിപൊളി ചോദ്യമാണ്. അഡീഷനും പോളിമറൈസേഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ഓക്കെ, 12ാമത്തെ ചോദ്യം നോക്കാം. ഓർഗാനിക് സംയുക്തങ്ങൾ രാസപ്രവർത്തനത്തിൻ്റെ ഭാഗമല്ല, സംയുക്തങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. നോക്കളി. ഇതേതാണ് കോമ്പൗണ്ട്? ഇതേതാണ് കോമ്പൗണ്ട്? CH3OH എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. CH3OH. ഇതേതാണ് കോമ്പൗണ്ട്? മെത്തനോളിലേക്ക് ഏതോ ഒരാൾ എക്സ് എന്ന് പറയുന്ന ഒരാൾ ആഡ് ചെയ്തപ്പോൾ കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ അതെന്തായി മാറി? Y ആയിട്ട് മാറി എന്ന് പറഞ്ഞു. ഓക്കെ, രണ്ടാമത്തെ ഒരു പോയിന്റ് പറയണ്ടേ, Y ഇസ് ദ കാർബോക്സിലിക് ആസിഡ്. Y എന്ന് പറഞ്ഞാൽ കാർബോക്സിലിക് ആസിഡാണ് എന്ന് പറഞ്ഞാൽ COOH ഉള്ള ഒരാളാണ് Y, കാർബോക്സിലിക് ആസിഡ്. ഓക്കെ, ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റർ ഹാവിങ് ജാസ്മിൻ സ്മെല്ല്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ പോരുക. നോക്കിയാളി, ജാസ്മിൻ്റെ സ്മെല്ല് കിട്ടുന്ന എസ്റ്റർ ഏതാ? ബെൻസൈൽ എത്തനോയേറ്റ്. ഓക്കെ, ബെൻസൈൽ എത്തനോയേറ്റ്. ഓക്കെ, ജാസ്മിൻ്റെ സ്മെല്ല് കിട്ടുന്ന എസ്റ്ററാണ് ഏതെന്ന് പറയുന്നത്? ബെൻസൈൽ എത്തനോയേറ്റ്. ഒക്ടൈൽ എത്തനോയേറ്റിന് ഓറഞ്ചാണ്. ഐസോ അമൈൽ അസറ്റേറ്റ് ആണെങ്കിൽ ബനാനയാണ്. ഈതൈൽ ബ്യൂട്ടനോയേറ്റ് ആണെങ്കിൽ പൈനാപ്പിളിൻ്റെ സ്മെല്ലാണ്. സ്മെല്ലുകൾ പഠിക്കണം. 4 എസ്റ്ററും അതിൻ്റെ സ്മെല്ലും. ഇതിൽ ജാസ്മിൻ്റെ സ്മെല്ല് കിട്ടുന്നത് ആരാണ്? ബെൻസൈൽ എത്തനോയേറ്റ്. അപ്പോൾ Y എന്ന് പറയുന്ന ആൾ ഈ ബെൻസൈൽ എത്തനോയേറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഒരു കാർബോക്സിലിക് ആസിഡാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബെൻസൈൽ എത്തനോയേറ്റ് എങ്ങനെ ഉണ്ടാക്കുക? ബെൻസൈൽ ആൽക്കഹോളും പിന്നെ എത്തനോയിക് ആസിഡും. എപ്പോഴും ഒരു ആൽക്കഹോളും ആസിഡും കൂടിയിട്ടാണ് എന്തുണ്ടാവുക? എസ്റ്റർ ഉണ്ടാവുക. അപ്പോൾ ബെൻസൈൽ എത്തനോയേറ്റ് ഉണ്ടായത് എങ്ങനെ? ഇതിമെന്ന് ബെൻസൈൽ ആൽക്കഹോൾ, ഇതിമെന്ന് എത്തനോയിക് ആസിഡ്. അപ്പോൾ നമുക്ക് Y ആരാന്ന് കിട്ടി? Y ആരാ? എത്തനോയിക് ആസിഡ്. എന്താണ് എത്തനോയിക് ആസിഡിൻ്റെ കെമിക്കൽ ഫോർമുല? CH3COOH. ഇതാണ് Y. അപ്പോൾ അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ട ആളാരാ? കാർബൺ മോണോക്സൈഡ്. ആരാണ്? കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. എത്തനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം, ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് ഈ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. CH3OH എന്ന് പറയുന്നത് നോക്കി, CH3OH എന്ന് പറയുന്ന മെത്തനോളിലേക്ക് കാർബൺ മോണോക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുക. കാർബൺ മോണോക്സൈഡ്ക്ക് ഹൈഡ്രജൻ മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? മെത്തനോൾ ഉണ്ടാക്കുക. മെത്തനോൾ നോക്കി, കാർബൺ മോണോക്സൈഡിലേക്ക് ഹൈഡ്രജൻ മിക്സ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? മെത്തനോൾ ഉണ്ടാക്കുക. ആ മെത്തനോളിലേക്ക് നോക്കി, ആ കിട്ടിയ മെത്തനോളിലേക്ക് വീണ്ടും കാർബൺ മോണോക്സൈഡ് ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? എത്തനോയിക് ആസിഡ് ഉണ്ടാവുക. അപ്പോൾ എക്സ് ഏതാ Y ഏതാ എന്നുള്ളതാണ് ചോദ്യം. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഇതാണ്, Y ഇതാണ്. ഓക്കെ, നെയിം ദ എസ്റ്റർ ഹാവിങ് ജാസ്മിൻ സ്മെല്ല്. അയ്യോ, നമ്മൾ എഴുതിയ ആൻസറാണ് ജാസ്മിൻ്റെ സ്മെല്ല് കിട്ടുന്ന എസ്റ്റർ. ബെൻസൈൽ എത്തനോയേറ്റ്. ഞാൻ 4 എസ്റ്ററിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഐസോ അമൈൽ അസറ്റേറ്റ്, ബെൻസൈൽ എത്തനോയേറ്റ്, ഒക്ടൈൽ എത്തനോയേറ്റ്, ഈതൈൽ ബ്യൂട്ടനോയേറ്റ്. എല്ലാവരും സ്മെല്ല് പഠിച്ചു നോക്കണം കേട്ടോ. ദെൻ വിച്ച് ഈസ് ദ ആൽക്കഹോൾ യൂസ്ഡ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് എബോവ് എസ്റ്റർ. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാ. ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ആൽക്കഹോളിൻ്റെ പേര് ബെൻസൈൽ ആൽക്കഹോൾ. ഈ ആസിഡിൻ്റെ പേര് എത്തനോയിക് ആസിഡ്. അപ്പോൾ എസ്റ്ററുകൾ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം നിർബന്ധമായിട്ടും ചോദിക്കും. എന്തായാലും ആ 4 എസ്റ്ററും അതിൻ്റെ സ്മെല്ലും അതുണ്ടാക്കാൻ ഉപയോഗിച്ച ആൽക്കഹോൾ ഏതാ, കാർബോക്സിലിക് ആസിഡ് ഏതാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, 13ാമത്തെ ചോദ്യം. മെഡിസിൻ പൈവോട്ടൽ റോൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഈ ചാപ്റ്ററിലെ അവസാനത്തെ ഭാഗമാണ് മെഡിസിൻസ് അഥവാ ഔഷധം എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷൻ. ഓക്കെ, ആ ടേബിൾ കൃത്യമായിട്ട് പഠിക്കുക. പക്ഷേ അവിടെ ടേബിൾ മാത്രം പഠിച്ചാൽ പോരാ. 4 കാറ്റഗറി മരുന്ന് പറയുന്നുണ്ട്. അനാൾജസിക് പറയുന്നുണ്ട്, ആൻറ്റിപൈററ്റിക്സ് പറയുന്നുണ്ട്, ആൻറ്റിസെപ്റ്റിക് പറയുന്നുണ്ട്, പിന്നെ ആൻറ്റിബയോട്ടിക്. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ, അതിൻ്റെ എക്സാമ്പിൾ. പലരും ഈ ടേബിൾ മാത്രം പഠിച്ചു പോകും. പക്ഷേ ആ ചാപ്റ്ററിൻ്റെ അവസാനത്തെ പേജിൽ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. പാരസെറ്റമോൾ എന്ന് പറയുന്നത് ഒരു അനാൾജസിക്കുമാണ്, ഒരു ആൻറ്റിപൈററ്റിക്സുമാണ്. പിന്നെ ആസ്പിരിൻ എന്ന് പറയുന്ന അനാൾജസിക്ക് ആൻറ്റി കൊയാഗുലൻ്റ് പ്രോപ്പർട്ടി അഥവാ രക്തം കട്ടപിടിക്കുന്നതിനെ ചെറുക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അത് ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കൂടിയാണെന്ന് പറയുന്ന അവസാനത്തെ 2 ലൈൻ, ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ 2 ലൈനും കൂടി പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ വിച്ച് കാറ്റഗറി ഓഫ് മെഡിസിൻ യൂസ്ഡ് ടു കൺട്രോൾ മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ കൺട്രോൾ ചെയ്യുന്ന ആ മെഡിസിൻ്റെ കാറ്റഗറിയെ വിളിക്കുന്ന പേര് എന്താണ്? ആൻറ്റിസെപ്റ്റിക്സ്. ഏതാണ്?
ആൻറ്റിസെപ്റ്റിക്സ്. ഓക്കെ, ദെൻ നെയിം എ മെഡിസിൻ വിച്ച് ഹാസ് ആൻറ്റി ബ്ലഡ് കൊയാഗുലൻ്റ് പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ പറഞ്ഞു ആസ്പിരിൻ എന്ന് പറയുന്ന മരുന്ന് സാധാരണ വേദന കുറക്കാൻ വേണ്ടിയിട്ട്, പെയിൻ കുറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു അനാൾജസിക്കാണ്. പക്ഷേ ആൻറ്റി കൊയാഗുലൻ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു മരുന്ന് കൂടിയാണ് ഇത് ആസ്പിരിൻ. ഏതാണ്? ആസ്പിരിൻ. രക്തം കട്ട പിടിക്കുന്നതിനെ ചെറുക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണ് ആസ്പിരിൻ. ഓക്കെ, ആധുനിക മെഡിക്കൽ തെറാപ്പിയിൽ ആൻറ്റിബയോട്ടിക്കുകളുടെ ധർമ്മം എന്താണ് ആൻറ്റിബയോട്ടിക്കുകളുടെ ധർമ്മം? ഡിസ്ട്രോയ്, നശിപ്പിക്കുക. ആരെ? ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, രോഗാണുക്കളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുക. ദെൻ ആൻഡ് പ്രിവെൻറ്റ് ദ ഗ്രോത്ത്, അവയുടെ വളർച്ച തടയുക. ഇതാണ് അവരുടെ ഫംഗ്ഷൻ. അപ്പോൾ ഡിസ്ട്രോയ് ദ ഇൻഫെക്ഷ്യസ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, രോഗാണുക്കളായ സൂക്ഷ്മാണുക്കളുടെ നശിപ്പിക്കുകയും അവയുടെ വളർച്ച തടയുകയും ചെയ്യുക. പ്രിവെൻറ്റ് ദയർ ഗ്രോത്ത്. അപ്പോൾ ടേബിൾ കൃത്യമായി പഠിക്കുക. ഞാൻ വീണ്ടും പറയുന്ന ടേബിളിൻ്റെ അവസാനം ലാസ്റ്റ് പേജിൽ പറയുന്ന പാരസെറ്റമോൾ ഒരു ആൻറ്റി പൈററ്റിക്സ് ആണ് ഓൾറെഡി. അതൊരു അനാൾജസിക് കൂടിയാണെന്ന് പഠിച്ചു വെക്കണം. വേദന കുറക്കാനും കൂടി ഉപയോഗിക്കും. ദെൻ ആസ്പിരിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഇവിടെ പറയുന്ന രക്തം കട്ട പിടിക്കുന്നതിനെ ചെറുക്കുന്നു എന്നുള്ള, അതും കൂട്ടത്തിൽ പഠിച്ചു പോകാം. 14ാമത്തെ ചോദ്യം നോക്കാം. വീണ്ടും ഒരു രാസപ്രവർത്തനം. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞ രാസപ്രവർത്തനങ്ങളാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ശ്രദ്ധിച്ചോളി, ഇതൊരു കോമ്പൗണ്ട്. എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. അത് രണ്ടെണ്ണമായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏതാണ് റിയാക്ഷൻ? താപീയ വിഘടനം. ഏതാണ്? തെർമൽ ക്രാക്കിങ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 ആളുണ്ട്. ഇതിൽ എത്ര ആളുണ്ട്? 2 ആൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രൊഡക്റ്റിൽ എത്ര ആൾ വേണം? ആകെ 5 ആളിൽ 2 ആൾ ഇവിടെ ഉണ്ടെങ്കിൽ ബാക്കി അടുത്തതിൽ എത്ര ആൾ? 3 ആൾ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ഡബിൾ ബോണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ വരക്കണയിൽ എന്ത് വേണ്ട? ഡബിൾ ബോണ്ട് വേണ്ട. കാരണം ഒന്നിന് ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അടുത്തിന് എന്തുണ്ടാവില്ല? ഡബിൾ ബോണ്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നേരെ എന്ത് കൊടുക്കുന്നു? ഇവിടെയൊക്കെ സിംഗിൾ ബോണ്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ H3, ഇവിടെ H2, ഇവിടെ H3. ഓക്കെ, അപ്പോൾ രാസസമവാക്യം പൂർത്തീകരിക്കുക എന്ന് പറയുന്ന ഒന്നാമത്തെ ഈ ആൻസർ കഴിഞ്ഞു. രണ്ടാമത്തെ, ഈ രാസപ്രവർത്തനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം? നല്ലൊരു ചോദ്യമാണ്. നോക്കി, താപീയ വിഘടനം വഴി നമുക്ക് കൃത്യമായിട്ട് എപ്പോഴും ഒരേ ഉൽപ്പന്നങ്ങളല്ല കിട്ടുക. ഇത് പല പല വേരിയേഷൻസ് വരും. അപ്പോൾ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളി. 1 ടെമ്പറേച്ചർ, താപനില. താപീയ വിഘടനം വഴി കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് 1 ടെമ്പറേച്ചർ, പിന്നെ 1 പ്രഷർ, മർദ്ദം. താപനില ഉണ്ട്, പിന്നെ ഏതാണ്? മർദ്ദം കേട്ടോ, മർദ്ദം. പിന്നെ നേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ. നമ്മൾ ഏത് ഹൈഡ്രോ കാർബൺ ആണോ എടുക്കുന്നത് ആ ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത്? ഉൽപ്പന്നങ്ങൾ. അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ താപീയ വിഘടനം വഴി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് 1 താപനില, 1 മർദ്ദം, 1 ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം. താപനില, ടെമ്പറേച്ചർ, പ്രഷർ, നേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺ. അപ്പോൾ താപീയ വിഘടനം എന്താണ് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക് മൂലമുള്ള മലിനീകരണം കുറക്കാൻ ഉപയോഗിക്കുന്ന റിയാക്ഷൻ കൂടിയാണ് ഇത് തെർമൽ ക്രാക്കിംഗ്, താപീയ വിഘടനം. അതുകൂടി പഠിച്ചു വെക്കണം. ഇനി ഈ രാസപ്രവർത്തനത്തിന് നിർവചനം എഴുതുക എന്ന് പറയുന്ന വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻ കൃത്യമായി പഠിച്ചു പോകണം. ഹൈ മോളിക്കുലാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകൾ എയറിൻ്റെ ആബ്സെൻസിൽ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? അത് ഡീകമ്പോസസ്. അതെന്ത് ചെയ്യുന്നു? ഡീകമ്പോസസ്. അത് വിഘടിച്ച് 2 പ്രൊഡക്റ്റുകളായി മാറും. അത് ലോ മോളിക്കുലാർ മാസ് ഉള്ളതായിരിക്കും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൈ മോളിക്കുലാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തിട്ട് ലോ മോളിക്കുലാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാക്കി മാറ്റുന്ന, പിന്നെ അതിൻ്റെ പ്രൊഡക്റ്റിൽ 2 ഉണ്ടാവും. അതിലൊന്ന് സാച്ചുറേറ്റഡ്, 1 പൂരിതം, 1 അപൂരിതം. അതൊക്കെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പഠിച്ചു പോകണം. കാരണം അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അത് എഴുതാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ മാറരുത്. നമ്മൾ എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് വേണം പോകാൻ. ഓക്കെ, ദെൻ 15ാമത്തെ ചോദ്യം നോക്കി. നല്ല ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ തുടക്കത്തിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1ാമത്തെ റിയാക്ഷനാണ്. ഞാൻ ആദ്യം ഇവിടെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നുണ്ട്, ശ്രദ്ധിക്കട്ടോ. 2 ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. സോറി, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞിട്ടുണ്ട് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായി റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്നതാണ് CH3OH അഥവാ മെത്തനോൾ. ആരാണ്? മെത്തനോൾ കേട്ടോ, മെത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണം ഉറപ്പായിട്ടും ചോദിക്കും. അപ്പോൾ എഴുതി വെക്കേണ്ട റിയാക്ഷനാണ് ഇത്. മെത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണം. അതൊക്കെ. അപ്പോൾ എ ആരാന്ന് കിട്ടിയിട്ടാ? ആരാണ് എ? CH3OH മെത്തനോൾ. ഓക്കെ, ഇനി ആ CH3OH ചെയ്തു വീണ്ടും അതാ ഇവിടെ ഉണ്ട് കേട്ടോ. CH3OHലേക്ക് വീണ്ടും കാർബൺ മോണോക്സൈഡ് ആഡ് ചെയ്യുന്നു. അത് നേരത്തെ സെയിം ചെയ്ത ക്വസ്റ്റ്യനാണ്. മെത്തനോളിലേക്ക് വീണ്ടും കാർബൺ മോണോക്സൈഡ് ചേർത്താൽ CH3COOH അഥവാ എത്തനോയിക് ആസിഡ് കിട്ടുന്നു. എത്തനോയിക് ആസിഡ്.
ഓക്കെ, അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിക്കോളി, മെത്തനോളിൻ്റെയും എത്തനോയിക് ആസിഡിൻ്റെയും വ്യാവസായിക നിർമ്മാണം. ഈ രണ്ട് ഇക്വേഷൻ 100% ആണ് ചോദിച്ചിരിക്കും. അപ്പോൾ നിർബന്ധമായിട്ടും പഠിച്ചുക. ഇനി എന്താ പറയണത്? അപ്പോൾ ബി ആരാന്ന് കിട്ടി, നോക്കി ബി ആരാന്ന് കിട്ടി. ബി ആരാണ്? ബി ഇതാണ്, ഇതാ എത്തനോയിക് ആസിഡാണ് ബി, അതും കിട്ടി. ഇനി ഈ എയും ഇയാൾ ഇതാണല്ലേ എ, ഇതാണ് എയും ബിയും തമ്മിൽ റിയാക്ട് ചെയ്താൽ എന്തുണ്ടാവുന്നു? സി ഉണ്ടാവുന്നു. നോക്കി, അപ്പോൾ ഞാൻ ആദ്യം ബി ഏത് ചെയ്തട്ടോ, ഞാൻ ആദ്യം ബീനെ എഴുതി വിചാരിക്കുക. CH3COOH ഇതിനെ ഇങ്ങോട്ട് എഴുതി പ്ലസ്. ഇനി ഏതല്ലേ? അപ്പോൾ CH3OH. ഇവർ രണ്ടും തമ്മിൽ എന്ത് ചെയ്യാണ്? റിയാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒന്ന് നോക്കി, CH3COOHും CH3OHും ഇത് രണ്ടും തമ്മിൽ റിയാക്ട് ചെയ്യാണ്. പഠിച്ചിട്ടുണ്ട് നോക്കിയോളി. ഇതാരാ? ഒരു കാർബോക്സിലിക് ആസിഡ്. ഇതാരാ? ഒരു ആൽക്കഹോൾ. ഒരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും കൂടി ചേർന്നാൽ എപ്പോഴും ഉണ്ടാവുന്ന ആളാണ് ആര്? എസ്റ്റർ. ആരാണ്? എസ്റ്റർ. എസ്റ്ററിനെ ഉണ്ടാക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് CH3COOH എന്ന് ഈ എച്ചിന് കട്ട് ചെയ്യുക, ദെൻ ഇതിൽ നിന്ന് OH ഒന്ന് കട്ട് ചെയ്യുക, എന്നിട്ട് കൂട്ടേണ്ട എഴുതുക. അപ്പോൾ എങ്ങനെ എഴുതുക? CH3COO. എസ്റ്ററിലെ ഫങ്ഷണൽ ഗ്രൂപ്പാണ് ആര്? COO. പിന്നെ അതിക്ക് ഈ CH3 കൂട്ടുക, അപ്പോൾ CH3. ഓക്കെ, അപ്പോൾ സി ആരാന്നും കിട്ടി അല്ലേ? സി ഏതാണെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാ ഐഡൻറ്റിഫൈ ചെയ്ത് സി ഏതാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ആരാണ് സി ദ എസ്റ്റർ കിട്ടി. റെഡി, അപ്പോൾ അതും കിട്ടി. അപ്പോൾ എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കട്ടെ. നോക്കിലി കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് എന്തുണ്ടാവും? മെത്തനോൾ ഉണ്ടാവും. ആ മെത്തനോൾ വീണ്ടും കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ച് എന്തുണ്ടാവും? എത്തനോയിക് ആസിഡ് ഉണ്ടാവും. ഇനി ഈ കിട്ടിയ മെത്തനോളും ഈ കിട്ടിയ എത്തനോയിക് ആസിഡും തമ്മിൽ പ്രവർത്തിച്ചാൽ അതൊരു ആൽക്കഹോളും ഒരു കാർബോക്സിലിക് ആസിഡും ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എസ്റ്റർ കിട്ടും. ഈ എസ്റ്ററിൻ്റെ പേരെങ്ങനെ എഴുതാ? ഈ എസ്റ്ററിൻ്റെ IUPAC നെയിം എങ്ങനെ എഴുതാൻ നോക്കി? ഈ എസ്റ്ററിൻ്റെ IUPAC നെയിം ഇത് നോക്കി, ഇത് CH3 ആണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്താൽ നമുക്ക് മീഥൈൽ എന്ന് എഴുതാം. അപ്പോൾ മീഥൈൽ. പിന്നെ ഇത് കാർബോക്സിലിക് ആസിഡിൻ്റെ പാർട്ടാണ്, 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്തനോയേറ്റ്. അപ്പോൾ മീഥൈൽ എത്തനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ കിട്ടി. ഓക്കെ, റൈറ്റ് എനി 2 യൂസസ് ഓഫ് എ. ആരാണ് ഇതിലെ എ? ഇതാണ് എ. മെത്തനോളിൻ്റെ യൂസാണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. പെയിൻറ്റ്, വാർണിഷ്, ഫോർമാൽഡിഹൈഡ് ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? മെത്തനോൾ. അപ്പോൾ എൻ്റെ യൂസ് പറഞ്ഞു. റെഡി. അടുത്തത്, ഹൗ ക്യാൻ പ്രിപ്പയർ 5 to 8% ബി? നല്ലൊരു ചോദ്യമാണ്. നോക്കിയാൽ 5 to 8% ബി, അതായത് ബി ആരാ? ബി എത്തനോയിക് ആസിഡാണ്. അപ്പോൾ 5 to 8% എത്തനോയിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ ആദ്യം നമ്മൾ എന്തെടുക്കണം? എത്തനോൾ എടുക്കണം. എത്തനോള്. ആ എത്തനോളിനെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ഒരു അസറ്റോ ബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രസൻസിൽ എന്ത് നടത്തണം? ഒരു ഫെർമെൻറ്റേഷൻ. ഏത് റിയാക്ഷൻ? ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ പറഞ്ഞ എത്തനോയിക് ആസിഡ് 5 മുതൽ 8%. ഇതിനെയാണ് നമ്മൾ വിനാഗിരി എന്ന് പറയാം. 5 മുതൽ 8% വരെ വരുന്ന എത്തനോയിക് ആസിഡിനെ പറയുന്ന പേരാണെന്ത്? വിനാഗിരി. അതെങ്ങനെ ഉണ്ടാക്കുക? എത്തനോളിനെ എന്ത് നടത്തിയാൽ മതി? ഫെർമെൻറ്റേഷൻ നടത്തിയാൽ മതി. ഏത് ബാക്ടീരിയയുടെ പ്രസൻസിൽ? അസറ്റോ ബാക്ടർ എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പ്രസൻസിൽ. ഓക്കെ, ഇനി സിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പേര് എഴുതുക. സി എന്ന് പറയുന്നത് എന്താണ്? എസ്റ്ററാണ്. എസ്റ്റർ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തിൻ്റെ പേരെന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എന്താണ് പേര്? എസ്റ്ററിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ 4 ചോദ്യങ്ങളാണ്, 4ഉം ഈസി ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ നോക്കി. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും റിയാക്ട് ചെയ്തിട്ട് മെത്തനോൾ ഉണ്ടായി. ആ മെത്തനോൾ വീണ്ടും കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി? എത്തനോയിക് ആസിഡ് കിട്ടി. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നമുക്ക് എന്ത് കിട്ടി? എസ്റ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ അത് 3ഉം എഴുതി. അങ്ങനെ 5 മുതൽ 8% വരുന്ന എത്തനോയിക് ആസിഡാണ് വിനെഗർ. അതുണ്ടാക്കുന്നത് എത്തനോളിനെ അസറ്റോ ബാക്ടറിൻ്റെ പ്രസൻസിൽ ഫെർമെൻറ്റേഷൻ നടത്തിയിട്ടാണെന്നും പറഞ്ഞു. പിന്നെ എസ്റ്റർ ഉണ്ടാകുന്ന റിയാക്ഷൻ്റെ പേരാണെന്ത്? എസ്റ്ററിഫിക്കേഷൻ എന്നും പറഞ്ഞു. ഓക്കെ, 16ാമത്തെ ചോദ്യം നോക്കുക.
എത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. എത്തനോളിനെ ഉണ്ടാക്കുന്നത് എപ്പോഴും എന്തെന്നാണ് പറയും മൊളാസസ്. ഇതാണ് മൊളാസസ്. ആ മൊളാസസിലേക്ക് ജലം ചേർത്തു വാട്ടർ ചേർത്തിട്ട് ഒന്ന് ഡൈല്യൂട്ടാക്കി, എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർക്കും. ഈസ്റ്റിലുള്ള 2 എൻസൈമുകളുടെ പേര് പഠിച്ചിട്ടുണ്ട്, ഇൻവെർട്ടേസും സൈമേസും. ഏതാണ്? ഇൻവെർട്ടേസും സൈമേസും. അപ്പോൾ ഇൻവെർട്ടേസും സൈമേസും ഈ മൊളാസസിനെ, ഇതാണ് മൊളാസസ്, ആ മൊളാസസിനെ ഗ്ലൂക്കോസും പിന്നെ ഫ്രക്ടോസും ആക്കി മാറ്റും. അപ്പോൾ ഈ പി എന്ന് പറയുന്ന എൻസൈം ഏതാണ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈ പി ആരാ? ഇൻവെർട്ടേസ്. ആരാണ്? ഇൻവെർട്ടേസ്. ഇൻവെർട്ടേസ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന എൻസൈം ആരായിരിക്കും? ക്യൂ എന്ന് പറയുന്ന എൻസൈം ഇതാ, ഈ ക്യൂ എന്ന് പറയുന്ന എൻസൈം ആരായിരിക്കും? ക്യൂ സൈമേസ്. ആരാണ്? സൈമേസ്. ഓക്കെ. അപ്പോൾ ആദ്യം മൊളാസസിനെ ഇൻവെർട്ടേസ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റി. എന്നിട്ട് ആ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും ഇതാ ഈ പറയുന്ന സൈമേസ് എന്താക്കി മാറ്റി? 6 ആക്കി മാറ്റി. അപ്പോൾ ആരാണ് 6? അതും കൂടി നോക്കണം. 6 ആരാണെന്ന് ചോദിച്ചാൽ വളരെ ഈസിയാണ്. 6 ആരാ? 6 അതാണ് എത്തനോള് എന്ന് പറഞ്ഞാൽ CH3 CH2 OH. ഇതാണ് എത്തനോൾ. ഇതാണ് എത്തനോൾ. ഓക്കെ. അല്ലെങ്കിൽ C2H5 OH എന്നും എഴുതാം. അത് ബാലൻസ് ചെയ്ത് എഴുതുമ്പോൾ അവിടെ 2 എന്നൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റ് ആരാണ്? എത്തനോളാണ്. റെഡി. ഹൗ ക്യാൻ വി പ്രിപ്പയർഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ. 8% മുതൽ 10% വരെ വരുന്ന എത്തനോളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വാഷ് എന്ന് വിളിക്കുക. ഈ വാഷിനെ ശ്രദ്ധിക്കണ്ടോ, ഈ വാഷിനെ അംശിക സ്വേദനം നടത്തുക. എന്ത് നടത്തുക? അംശിക സ്വേദനം എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തുക. അപ്പോൾ വാഷിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് എന്തുണ്ടാക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ് ഉണ്ടാക്കുക. ഓക്കെ. അടുത്ത ചോദ്യം, ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എത്തനോൾ, നമ്മൾ ബിവറേജ് പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോളാണ് ശരിക്കും എത്തനോൾ. അപ്പോൾ അത് ബിവറേജ് പർപ്പസിന് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് എന്താ പറയുക, ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലേക്ക് വിഷം ചേർത്ത് വെക്കും. വിഷം. ഓക്കെ. അപ്പോൾ വിഷം ചേർത്ത് വെച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്? ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. ഓക്കെ. ഇനി മെത്തിലേറ്റഡ് സ്പിരിറ്റിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ, മെത്തിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എത്തനോൾ എന്തായാലും ഉണ്ട്, അതിലേക്ക് വിഷമായിട്ട് നമ്മൾ എന്ത് ചേർക്കും? മെത്തനോളിനെ ചേർക്കും. അപ്പോൾ മെത്തിലേറ്റഡ് സ്പിരിറ്റിലെ ഘടകങ്ങളാണ് എത്തനോളും മെത്തനോളും. അപ്പോൾ നോക്കി, ഈ എത്തനോളിൻ്റെ വ്യാവസായിക നിർമ്മാണം എന്തെന്നാണ്? മൊളാസസിന് എന്ത് നടത്തുക? ഫെർമെൻറ്റേഷൻ. അതിന് ആരാടെയും? ഈസ്റ്റിന് ആടെയും. അപ്പോൾ ഇൻവെർട്ടേസ് അതിന് എന്താക്കി മാറ്റും? ഗ്ലൂക്കോസും ഫ്രക്ടോസും. എന്നിട്ട് ആ ഗ്ലൂക്കോസിനും ഫ്രക്ടേസിനും സൈമേസ് എന്താക്കി മാറ്റും? എത്തനോളാക്കി മാറ്റും. ഇങ്ങനെ കിട്ടുന്ന എത്തനോൾ 8 to 10% അതിനെ വാഷ് എന്ന് പറയും. അതിന് അംശിക സ്വേദനം നടത്തിയിട്ടാണ്, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? റെക്ടിഫൈഡ് സ്പിരിറ്റ്. 100% എത്തനോളിനെ പറയുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞു, അബ്സല്യൂട്ട് ആൽക്കഹോൾ. അതിലേക്ക് പെട്രോൾ മിക്സ് ചെയ്താൽ അതിൻ്റെ പേര് പവർ ആൽക്കഹോൾ. ദെൻ അതിലേക്ക് വിഷം ചേർത്താൽ അതിൻ്റെ പേര് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ്. മെത്തനോൾ ചേർത്താൽ അതിൻ്റെ പേര് മെത്തിലേറ്റഡ് സ്പിരിറ്റ്. അപ്പോൾ എത്തനോളിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈ ചോദ്യത്തിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. നോക്കാം. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ക്ലോറിൻ ഈസ് റിക്വയർഡ് ടു പ്രിപ്പയർ ഹെക്സാക്ലോറോ ഈഥെയ്ൻ ഫ്രം C2H4. ഇത് ശ്രദ്ധിക്കുക, Cl2 എന്നാണ് കേട്ടോ. Cl2 കേട്ടോ. C2H4 Cl2. ഇവിടെ കറക്റ്റാണ് Cl2. ഓക്കെ. അപ്പോൾ ഈ C2H4 Cl2 എന്ന് പറയുന്ന ആളെ ഹെക്സാക്ലോറോ ഈഥെയ്ൻ ആക്കണം. ഹെക്സാക്ലോറോ ഈഥെയ്ൻ ആക്കുക എന്ന് പറയുമ്പോൾ ഞാൻ നോക്കല്ലേ, ഹെക്സാക്ലോറോ ഈഥെയ്ൻ എന്ന് പറയുമ്പോൾ C2Cl6 ആവണം. അതിന് 6 ക്ലോറിൻ വരണം. 6 ക്ലോറിൻ വരണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഓൾറെഡി 2 ക്ലോറിൻ ഉണ്ട്. 2 ക്ലോറിൻ ഓൾറെഡി ഉണ്ട്. ഓക്കെ. അതിന് ബാക്കി 4 ഹൈഡ്രജൻ ഉണ്ട്. ആ 4 ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ ആര് വരണം? ക്ലോറിൻ വരണം. അപ്പോൾ നമ്മളിപ്പോൾ +1 Cl2 ഇട്ട് കഴിഞ്ഞാൽ നോക്കിയിട്ടോ, +1 Cl2 ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടേക്ക് 1 Cl പോവും. അപ്പോൾ 1 H അവിടെ നിന്ന് താവും. അപ്പോൾ C2H3 ആവും. H 1 കുറയും, Cl 1 കൂടും. അങ്ങനെ Hനെ 4 നമുക്ക് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ 4 ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യണം. 4 ക്ലോറിൻ മോളിക്യൂൾ. അപ്പോൾ ആ 4 ക്ലോറിൻ മോളിക്യൂൾ ആഡ് ചെയ്യുമ്പോൾ ഈ 4 H പോയിട്ട് 4 Cl അങ്ങോട്ട് കയറും.
അപ്പോൾ ഈ 4 എച്ചും അവിടുന്ന് പോയതുകൊണ്ട് ഇവിടെ ഇനി എച്ച് ഉണ്ടാവില്ല. അപ്പോൾ C2 4 ക്ലോറിൻ, ഓൾറെഡി ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്, ആ 2 ക്ലോറിൻക്ക് 4നും കൂടി പോകുമ്പോൾ Cl6 എന്നായിട്ട് മാറും. ഓക്കെ, പ്ലസ് HCl അതേപോലെ 1 ക്ലോറിൻ ആഡ് ചെയ്താൽ 1 HCl ഉണ്ടാവും. അപ്പോൾ 4 ക്ലോറിൻ ആഡ് ചെയ്താൽ 4 HCl ഉണ്ടാവും. ഒന്നുകൂടി പറയുകയാണ്, ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും നോക്കി. നമ്മളെ കയ്യിലുള്ള കോമ്പൗണ്ടിൽ ഇപ്പോൾ ഓൾറെഡി 2 ക്ലോറിനാണുള്ളത്. ഇനി 4 ഹൈഡ്രജനും കൂടി മാറ്റി 6, ഇതാണ് ഹെക്സാക്ലോറോ, ഹെക്സ എന്ന് പറഞ്ഞാൽ 6ആണ്. അപ്പോൾ ഹെക്സാക്ലോറോ ഈഥൈനാക്കി മാറ്റണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഹെക്സാക്ലോറോ ഈഥൈനാക്കി മാറ്റാൻ നമ്മൾ എത്ര ക്ലോറിൻ ആഡ് ചെയ്യേണ്ടി വരും? ഇവിടെയുള്ള 4 പോകണം. അപ്പോൾ 1 ക്ലോറിൻ ആഡ് ചെയ്താൽ 1 പോവുള്ളൂ. അപ്പോൾ 2 ക്ലോറിൻ ആഡ് ചെയ്താൽ 2 പോവും, 3 ക്ലോറിൻ ആഡ് ചെയ്താൽ 3 പോവും, 4 ആഡ് ചെയ്താലേ 4 പോവുള്ളൂ. അപ്പോൾ 4 ക്ലോറിനെ നേരെ തീക്കണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 4 എച്ച് അവിടുന്ന് പോവും. അപ്പോൾ ഇവിടെ എച്ച് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഓൾറെഡി 2 Cl ഉണ്ട്, അതിക്ക് 4 Cl വരുമ്പോൾ Cl6 ആവും. പിന്നെ ഇവിടുന്ന് എച്ച് 4 ഇറങ്ങിയല്ലോ, ആ 4 എച്ചും പിന്നെ ഇവിടെ ഓരോ Cl ഇതിലേക്ക് പോകണുള്ളൂ. അപ്പോൾ HCl 4 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് വരും? എത്ര ക്ലോറിൻ തന്മാത്രകൾ ആവശ്യമാണെന്ന് ചോദിച്ചാൽ ആൻസർ 4. ഓക്കെ, മുകളിലുള്ള രാസപ്രവർത്തനത്തിൻ്റെ ഓരോ ഘട്ടത്തിൻ്റെയും സമവാക്യതാണ്. ഞാനിപ്പോൾ ഇത് ഒന്നിച്ചാണ് എഴുതിയത്. നിങ്ങൾ ഓരോ ഘട്ടമാക്കിയിട്ടൊന്ന് എഴുതി നോക്കുക. ഓരോ ഘട്ടമാക്കിയിട്ട് എഴുതാന്ന് പറഞ്ഞാൽ ഇപ്പം 4 ചേർക്കണതിന് പകരം ഒറ്റൊന്ന് മാത്രമേ കാണിച്ചു തരാം. 4 ചേർക്കണതിന് പകരം എന്ത് ചെയ്യാം? ഞാൻ എന്താ C2 H4 Cl2 ഇതിലേക്ക് ആദ്യം ഒരു Cl2 ചേർത്തു. അപ്പോൾ ഒരു Cl ഇങ്ങോട്ട് വരും. അപ്പോൾ C2 ഒരു H കുറഞ്ഞു, H3 ആയി, Cl3 ആയി, പ്ലസ് HCl ആയി. പിന്നെയും നിങ്ങൾ Cl2 ചേർക്കുക, ഒരു Hനെ കുറക്കുക, ഒരു Clനെ കൂട്ടുക, വീണ്ടും അങ്ങനെ ഒരു 4 സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ സാധനം എന്ത് ചെയ്യും? കിട്ടും. ഓക്കെ, അത് ചെയ്തു നോക്കട്ടോ. ഓരോ ഘട്ടത്തിലും രൂപപ്പെടുന്ന ഹൈഡ്രോ കാർബണുടെ IUPAC നാമങ്ങൾ എഴുതുക. ഇത് ഡൈക്ലോറോ അല്ലേ, 2 ക്ലോറിൻ ഉള്ളതാണിത്, ഡൈക്ലോറോ ഈഥൈൻ. അപ്പോൾ 3 ആകുമ്പോൾ ട്രൈക്ലോറോ ഈഥൈൻ, 4 വരുമ്പോൾ ടെട്രാക്ലോറോ ഈഥൈൻ, 5 വരുമ്പോൾ പെൻറ്റാക്ലോറോ ഈഥൈൻ, 6 വരുമ്പോൾ ഇവിടെ പേര് തന്നിട്ടുണ്ട് ഹെക്സാക്ലോറോ ഈഥൈൻ. ഓക്കെ, ഇത്തരം രാസപ്രവർത്തനത്തിൻ്റെ പേര് അടിപൊളിയായിട്ട് പറഞ്ഞു വെക്കുക. ഫസ്റ്റത്തെ റിയാക്ഷൻ ഏതാണ്? ആദേശ രാസപ്രവർത്തനങ്ങൾ. ഏതാണ്? ആദേശ രാസപ്രവർത്തനങ്ങൾ. റെഡി. ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നോക്കുക. ആസ്പിരിൻ എന്ന് പറയുന്നത് ഒരു അനാൾജസിക് ആണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഈസി, കറക്റ്റാണ്. ആസ്പിരിൻ ഒരു അനാൾജസിക് ആണ്, ഒരു സംശയമില്ല, വേദന കുറക്കാൻ ഉപയോഗിക്കുന്ന ആസ്പിരിൻ. ഓക്കെ, പാരസിറ്റമോൾ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക്കുമാണ്, അനാൾജസിറ്റിക്കുമാണെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പക്കാ തെറ്റാണ്. കാരണം പാരസിറ്റമോൾ ആൻറ്റിസെപ്റ്റിക് അല്ല, പാരസിറ്റമോൾ പൈററ്റിക്സ് ആണ്. എന്താണ്? ആൻറ്റിപൈററ്റിക്സും പിന്നെന്തുമാണ്? അനാൾജസിക്കുമാണ്. അത് രണ്ടുമാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഇതാ സ്റ്റേറ്റ്മെൻറ്റ് 1 ഏതായാലും കറക്റ്റാണ്, ബട്ട് 2 ഇൻകറക്റ്റാണ് കേട്ടോ, രണ്ടാമത്തെ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗങ്ങളും ടച്ച് ആവുന്ന, നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ തുടക്കം മുതലൊന്ന് നോക്കാം. നമ്മൾ ഇഷ്ടം പോലെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കി, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അഡീഷൻ റിയാക്ഷൻ, പോളിമറൈസേഷൻ, തെർമൽ ക്രാക്കിംഗ്, കമ്പഷൻ, എല്ലാത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെത്തനോൾ, എത്തനോയിക് ആസിഡ്, മൂന്നിൻ്റെയും വ്യാവസായിക നിർമ്മാണം, ഉപയോഗം എല്ലാം നമ്മളെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. എസ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ എസ്റ്റർ ഉണ്ടാവുക, അതിൻ്റെ ഇക്വേഷൻ എഴുതുന്നത് എങ്ങനെയാണ്, 4 സ്മെല്ലുള്ള എസ്റ്ററുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ സ്മെല്ല് എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. മെഡിസിൻസും 2-3 ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ചാപ്റ്ററിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ചാപ്റ്ററുകളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.